അടുത്ത ക്ലാസ്സിലേക്ക് കിടക്കാം. അഭ്യാസാദി ശയജ്ഞഥാ ഷഡദ്വോധീതരൂപിണി അവ്യജാ കരുണാമൂർത്തിം തജ്ഞാന ധ്വന്ദ ദീപിക. അഭ്യാസാദി ശയജ്ഞഥ ആധ്യാത്മികമായ അത്യന്താധ്വാനപരമായ അഭ്യാസത്താൽ മാത്രം അറിയപ്പെടുന്നവൾ. അതായത് ആധ്യാത്മികമായ അഭ്യാസം അല്ലെങ്കിൽ ആധ്യാത്മികമായിരിക്കുന്ന കഠിനാധ്വാനം കൊണ്ട് അറിയപ്പെടേണ്ടവൾ, അത്യന്താധ്വാനപരമായ അഭ്യാസത്താൽ മാത്രം അറിയപ്പെടുന്നവൾ. ഷഡദ്വോധീത രൂപിണി ആരാധനയ്ക്കുള്ള 6 മാർഗങ്ങളെയും അതിയായ രൂപത്തോട് കൂടിയവൾ. അവ്യജാ കരുണാമൂർത്തി കാപട്യം കലരാത്ത കാരുണ്യത്തിൻ്റെ മൂർത്തിമത് ഭാവമായവൾ. അജ്ഞാന ദ്വന്ദ് ദീപിക അജ്ഞാനമാകുന്ന ഇരുട്ടിനെ അകറ്റുന്ന ദീപമായവൾ. അതായത് നമ്മളുടെ ഉള്ളിലുള്ള ദേവി ജ്ഞാനമാണ്, നമ്മളിലുള്ള അജ്ഞാനത്തെ അകറ്റുന്ന ദീപമാണ് ദേവി എന്ന് അർത്ഥമാക്കാം. ആഭാല ഗോപവിദിതാം സർവാനു ലംഘ്യശാസന ശ്രീചക്രരാജനിലയ ശ്രീമത്രിപുരസുന്ദരി. ആഭാലഗോപവിദിതാം ബാലന്മാരിൽ മുതൽ പശുമേയ്ക്കുന്നവരെ ഉള്ളവരാൽ നല്ല പോലെ അറിയപ്പെട്ടവർ. അതായത് എല്ലാവരും സർവചരാചരങ്ങളും അറിയപ്പെടുന്നവൾ. അതായത് ദേവിയെക്കുറിച്ച് എല്ലാവർക്കും അറിയാം. മനുഷ്യർക്ക് മാത്രമല്ല, പക്ഷികളും ജന്തുക്കളും മൃഗങ്ങളും സർവചരാചരങ്ങൾക്കും, അതാണ് പശു മുതല എന്ന് പറയുന്നത്, മൃഗങ്ങൾക്ക് പോലും ദേവിയെക്കുറിച്ച് അറിയാം. ഇവിടെ ഗോ എന്ന പദത്തിന് ഭൂമി എന്നും അർത്ഥമുള്ളതിനാൽ ഗോപൻ എന്നാൽ രാജാവ് എന്ന അർത്ഥവും നമുക്കിവിടെ കൽപ്പിക്കാം. സർവാനു ലംഘ്യശാസന ആരാലും ലംഘിക്കപ്പെടുവാൻ കഴിയാത്ത ആജ്ഞയോടുകൂടിയവൾ. ദേവിയുടെ ആജ്ഞ എന്ന് പറയുമ്പോൾ ഒരാളും ലംഘിക്കില്ല. കാരണം അതെന്താണ്? അതൊരു കൽപ്പന എന്ന് പറഞ്ഞാൽ അതൊരു കൽപ്പനയാണ്, ദേവിയുടെ ആജ്ഞയാണ്. ശ്രീചക്രരാജനിലയാം ശ്രീചക്രത്തിൻ്റെ ബിന്ദുവാകുന്ന വാസസ്ഥാനത്തോട് കൂടിയവൾ. ശ്രീമത് ത്രിപുരസുന്ദരി ഐശ്വര്യപൂർണവും ത്രിപുരാജ്ഞനായ ശിവന്റെ പത്നിയായവൾ. ശ്രീ ശിവ ശിവശക്തിൈക്യരൂപിണി ലളിതാംബിക. എന്താണ്? ശ്രീ ശിവ ഐശ്വര്യയുക്തയായ ശിവപത്നിയായവൾ. ശിവശക്തിൈക്യരൂപിണി ശിവന്റെയും ശക്തിയുടെയും ഐക്യത്തിൻ്റെയും മൂർത്തിമത്മായ സ്വരൂപത്തോടു കൂടിയവൾ. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് എന്താണ്? ശിവശക്തി സംയോഗമാണ്, അർദ്ധനാരീശ്വര സങ്കല്പമാണ്. സ്ത്രീയില്ലെങ്കിൽ പുരുഷനോ, പുരുഷനില്ലെങ്കിൽ സ്ത്രീയോ ഇല്ല. ഈ പ്രപഞ്ചത്തിൽ സർവചരാചരങ്ങളും ഒന്നിനോടൊന്ന് ബന്ധപ്പെട്ട് കിടക്കുകയാണ്. അപ്പോൾ ശിവശക്തിൈക്യരൂപിണി ശിവന്റെയും ശക്തിയുടെയും ഐക്യത്തിൻ്റെ മൂർത്തിമത്തായ സ്വരൂപത്തോടു കൂടിയവൾ. ലളിതാംബിക ലീലാസ്വരൂപിണിയായ ലളിതയായും അംബികയായും ഇരിക്കുന്നവൾ. അതായത് പ്രയാഗയിലെ പീഠാധിദേവതയായ ലളിതാദേവിയെ ഇവിടെ നമുക്ക് അനുസ്മരിക്കാം. ഏവം ശ്രീ ലളിതാദേവ്യാം നാമം സാഹസ്രകം ജഗുഹു. ഇപ്രകാരം വിശ്വത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങളെല്ലാം ദേവിയുടെ വെറും ലീലകളാണെന്നും ദേവി ഈ വിശ്വത്തിൻ്റെ മാതാവാണ് എന്നും നമ്മൾ അറിയണം, മനസ്സുകൊണ്ടറിയണം. ഇപ്രകാരം ശ്രീ ലളിതാദേവിയുടെ 1000 നാമങ്ങൾ ഗാനം ചെയ്യപ്പെട്ടു എന്ന് പറഞ്ഞ് ഇവിടെ എന്താണ് ഉപസംഹരിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇതുവരെയുള്ള ക്ലാസ്സുകളിൽ ദേവിയുടെ 1000 മന്ത്രങ്ങൾ, നമ്മൾ ലളിതാ സഹസ്രനാമത്തിൻ്റെ പ്രാധാന്യമൊക്കെ ക്ലാസ് തുറക്കുമ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ലളിതാ സഹസ്രനാമം മുഴുവൻ മന്ത്രങ്ങളാണ്. ആ മന്ത്രങ്ങളുടെ എല്ലാം അർത്ഥം ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞു.
എല്ലാവർക്കും എല്ലാവിധ ദേവിയുടെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഹരി ഓം.